ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത് കേട്ടോ. എൻ്റെ വീട്ടിലെ ഒരു കറിവേപ്പാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് കറിവേപ്പ് കിളിക്കാറേ ഇല്ലായിരുന്നു. എങ്ങനെയൊക്കെ നട്ട് നോക്കിയാലും എൻ്റെ സ്ഥലത്ത് കറിവേപ്പ് കിളിക്കത്തില്ല. അത് പെട്ടെന്നങ്ങ് നശിച്ചു പോവുകയായിരുന്നു. കാരണം മണ്ണിൻ്റെ ആവാം. അങ്ങനെ ഞാൻ പല ടിപ്പുകൾ നോക്കി ഒന്ന് വളർത്തിയെടുത്തൊരു കറിവേപ്പാണിത്. കുറേ ആട്ടിൻ കാഷ്ടമൊക്കെ ഇട്ട് നട്ട സമയത്ത് ഇട്ട് കൊടുത്താണ് വളർത്തിയെടുത്തത്. പിന്നെ ഞാനിതിന് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റുകൾ, കഞ്ഞിവെള്ളം, മീൻ കഴുകുന്ന വെള്ളം, ഇറച്ചി കഴുകുന്ന വെള്ളം, അങ്ങനെ ഇതിന് കൊടുക്കാവുന്ന വളങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പഴത്തൊലിയെ. അപ്പോൾ അങ്ങനെ എൻ്റെ കറിവേപ്പ് ഒരു നല്ല രീതിയിലൊന്ന് തളിർത്ത് വന്നതാണ്. അത് കാണിക്കുന്ന കൂട്ടത്തിൽ ഇത് കാണിക്കുന്നതിന് വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇതിന് ചുവട്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത പച്ചക്കറിയിൽ നിന്ന് ഒരു വിത്ത് കിളിച്ചുണ്ടായ ഒരു ഫലം കാണിക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നത്. ഞാൻ ബയോബിന്നിലേക്കാണ് കൂടുതലും പച്ചക്കറി വേസ്റ്റുകൾ ഇടുന്നത്, ഇതിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞുള്ളത്. അങ്ങനെ ഒരു പച്ചക്കറിയുടെ വള്ളി ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് കണ്ടു. അതെന്താണെന്ന് എനിക്ക് ആദ്യമേ ഒന്നും തിരിച്ചറിഞ്ഞില്ല. മത്തനാണോ വെള്ളരിയാണോ എന്നൊന്നും മനസ്സിലായില്ല. പൂവൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ കിടക്കട്ടെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഒരു കെയറും അതിനു വേണ്ടി കൊടുത്തില്ല. അങ്ങനെ ഇറങ്ങി നോക്കിയപ്പോൾ ഇന്നലെ ഇതിലൊരു ഫലം ഞാൻ കണ്ടു. അപ്പോൾ അതെനിക്കൊരു സന്തോഷം തോന്നിയത് കൊണ്ട് ആ സന്തോഷം നിങ്ങളിലേക്കൂടെ പങ്കുവയ്ക്കുകയാണ്. വെറുതെ വലിച്ചെറിഞ്ഞൊരു പച്ചക്കറി വിത്തിൽ നിന്ന് എനിക്കിങ്ങനെ ഒരു ഫലം കിട്ടിയപ്പം ഞാൻ ചിന്തിച്ചത് നമ്മളൊന്ന് അല്പം കെയർ കൊടുത്ത് കുറച്ച് പച്ചക്കറികളൊക്കെ വളർത്തിയെടുത്താൽ നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുത്ത് കഴിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നി. എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ സമയക്കുറവ് കൊണ്ട് എപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ നടന്ന സമയത്താണ് എനിക്ക് ഇതിലൊരു വെള്ളരിക്ക, നല്ല വലിയൊരു വെള്ളരിക്ക കിടക്കുന്നത് കണ്ടത്. ഒരു കെയറും ഇതിന് കൊടുത്തിട്ടില്ല. വെള്ളം പോലും ഞാൻ ഒഴിച്ചു കൊടുത്തതല്ല. ഇങ്ങനെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ആ സന്തോഷം നിങ്ങളിലേക്കൂടെ പങ്കുവെച്ചെന്നേ ഉള്ളൂ. ചെറിയത് വീണ്ടും ഉണ്ടായിട്ടുണ്ട്, കുറേ പൂക്കളുണ്ട്. അപ്പം ഇത് വളർന്നിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എറിഞ്ഞ പച്ചക്കറി പച്ചക്കറി വേസ്റ്റിൽ നിന്ന് കോവലിൻ്റെ ഒരു 5-6 തൈ കിളിച്ച് നിൽപ്പുണ്ട്. ഇത്രയും നാളും എൻ്റെ ചിന്ത കോവൽ വള്ളി വെച്ച് നമ്മളതിൻ്റെ തണ്ട് മുറിച്ച് വെച്ച് കിളിപ്പിക്കുക എന്നായിരുന്നു. ഇനി ആ കോവൽ വളർന്ന് ഇച്ചിരി പന്തലൊക്കെ ആയി കഴിയുമ്പോൾ അതും നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണം. ഞാൻ ആ വെള്ളരിക്ക അങ്ങ് മുറിച്ചെടുത്തു. നല്ല മുഴുത്തൊരു വെള്ളരിക്കയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.